നാഗ പൊട്ടിയല്ലെങ്കിൽ എന്തിനാണ് എല്ലാവരും കളിയാക്കുന്നത്? അവര് പൊട്ടരായതുകൊണ്ട് അത് അവരോടല്ലേ ഇരുന്ന് നോക്കേണ്ട. എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാനൊരു പൊട്ടിയായിരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുമോ? എൻ്റെ കൂടെ നല്ല ബിസിനസ്സുകാർ കൂടുമോ? നിങ്ങളുടെയൊക്കെ കൂടെ എന്താ ആരും കൂടാത്തത്? അതോ നിങ്ങളുടെയൊക്കെ കൂടെ എന്താണ് ആളുകൾ കൂടാത്തത്? നിങ്ങൾ വിദ്യാസമ്പന്നരാണെന്ന് വലിയ മീൻ പഠിച്ച് നടക്കുന്നവരോടൊപ്പം എന്താണോ ആളും പേരൊന്നും വരാത്തത്? എന്താണോ ആളും പേരും കൂടാത്തത്? അപ്പോൾ നാഗ് പൊട്ടിയല്ലെന്നറിയാവോ? ആ ഭാഗം അങ്ങോട്ട് ചിന്തിച്ച്. പോലീസ്, ജഡ്ജി, ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എല്ലാവരും എൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ പൊട്ടിയാണോ? തിങ്ക്. പൊട്ടന്മാരുടെ കൂടെ ആരും കൂടില്ലെന്നറിയില്ലേ? അപ്പോൾ ഞാൻ ഇവരൊക്കെ എൻ്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിയാണോ? അല്ല. നിന്നെപ്പോലുള്ള പൊട്ടന്മാര് കുറേ പേര് ഇങ്ങനെ വന്ന് എഴുതി വെച്ച് കറക്റ്റ് എന്ന് പറയുന്നത്. നിന്നെപ്പോലുള്ള മന്ദകുട്ടികൾ കുറേ പേര് വിവരദോഷികൾ വന്ന് കളിയാക്കുന്നു. ആരെയാണ് കളിയാക്കുന്നത്? എന്നെ അല്ലടോ കളിയാക്കുന്നത്. അത് അവരെ തന്നെയാണ് കളിയാക്കുന്നത്. ഒരു മാന്ത്രികൻ കാട്ടിത്തരാം. വളരെ ശ്രദ്ധയോട് വേണം നിങ്ങളത് വായിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അത് വായിച്ചിട്ടാണ് വിദ്യാസമ്പന്നരൊക്കെ എൻ്റെ കൂടെ ഇപ്പോൾ കൂടുന്നത്. വിദ്യാസമ്പന്നരും പണപ്പാർട്ടികളും എൻ്റെ കൂടെ കൂടുതൽ കാരണം എന്താണെന്നറിയാം? ഞാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കും. പറയൂന്ന് പറയണം. ഞാൻ പറഞ്ഞു തരും, പക്ഷെ അത് നന്നായിട്ട് ശ്രദ്ധയോട് കേൾക്കണം. അതായത് ഒരു കമൻ്റ് എഴുതുന്ന ഒരാൾ, നെഗറ്റീവ് കമൻ്റ് എഴുതുന്ന ഒരാൾ, ആ നെഗറ്റീവ് കമൻ്റ് എഴുതുമ്പോൾ അയാൾ അവിടെ പറയുകയല്ല ചെയ്യുന്നത്, എഴുതുകയാണ് ചെയ്യുന്നത്. എന്താണ്? ആർക്കും അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ട്. നിങ്ങൾ ചിലരെന്നെ പൊട്ടിയെന്ന് പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിസ്സാരമല്ലാതെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും എൻ്റെ കൂടെ കൂടുന്നു. ഈ നെഗറ്റീവ് എഴുതി വെക്കുന്നവരെ അവരവിടെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. പറയുകയല്ല, പറഞ്ഞു വെക്കുകയല്ല, എഴുതുകയാണ്. ആ എഴുതുമ്പോൾ പേന ഉപയോഗിച്ചല്ല എഴുതുന്നത്, വിരലുകളാണ്. ഏത് വിരൽ? ഏതെങ്കിലും അവരുടെ കൈവിരൽ തുമ്പുകൾ. ഈ കൈവിരൽ തുമ്പുകൾക്ക് ജീവനുണ്ട്. ആ ജീവനെ ഇതൊക്കെ മർമ്മങ്ങളാണ്. ഓരോ അക്ഷരങ്ങൾ അവരിങ്ങനെ കുറിക്കുമ്പോഴും ആ അക്ഷരങ്ങളൊക്കെ തന്നെയും ഈ നരമ്പിലൂടെ, സിരകളിലൂടെ അവരുടെ ബ്രെയിനിൽ, തലച്ചോറിൽ നിന്ന് പതിക്കുകയാണ്. അപ്പോൾ ആരിൽ നിന്നാണ് ആ എഴുത്ത് വരുന്നത്? നാഗാദേവിയിൽ നിന്നല്ല, ആ എഴുതുന്ന ആളിൽ നിന്നാണ്. അപ്പോൾ നെഗറ്റീവ് ആരാണ് എഴുതുന്ന? ആ എഴുതുന്ന ആളാണ്. അവരവിടെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്, പറയുകയല്ല.